നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ OnePlus 8Tയുടെ അൺബോക്സിംഗ് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് OnePlus 8Tയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഏകദേശം ഒരു 2 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് വരികയാണ്. ആ ഒരു എക്സ്പീരിയൻസിലുള്ള ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവസാനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറൻ്റ്ലി OnePlus 8ഉം അതുപോലെ തന്നെ OnePlus 8Tയും 7Tയും നോഡും യൂസ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ OnePlus 8T എടുക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായേക്കാം. ആദ്യം തന്നെ എന്തൊക്കെയാണ് OnePlus 8ൽ നിന്ന് OnePlus 8Tയിൽ പുതുതായിട്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. 3 ഡിഫറൻസ് ആണ് നമുക്ക് OnePlus 8ൽ നിന്ന് 8Tയിലേക്ക് വരുന്നത്. ഒന്നാമത്തേത് ഡിസ്പ്ലേ, രണ്ടാമത്തേത് ബാറ്ററി, മൂന്നാമത്തേത് ക്യാമറ. ഈ 3 ഡിഫറൻസ് ആണ് വരുന്നത്. 3 കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് OnePlus 8Tയിൽ വന്നിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് പോയിട്ടുമുണ്ട്. അത് നമുക്കിതിൻ്റെ പ്രൈസിൽ തന്നെ കാണാൻ കഴിയുന്നതുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 42,999 ആണ്. അതിൽ നിന്ന് ഒരു 8GB വേരിയൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ 12GB റാം വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസ് വരും. ഇനി നമുക്ക് OnePlus 8Tയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ആദ്യം തന്നെ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ടഡ് ആണ്. അതുമാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 ഹെർട്സിൽ നിന്ന് 120 ഹെർട്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2400 പിക്സൽസ് ആണ്. ഇനി ആസ്പെക്ട് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 20:9 ആണ്. 402 ppi ആണ് പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുമാത്രമല്ല കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ലെവലിലാണ്, പെയർ വിത്ത് ഓക്സിജൻ OS 11.0.1. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ OSൻ്റെ വേർഷനാണിത്. ഇനി ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ 2.86 GHz സ്നാപ്ഡ്രാഗൺ 865 പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. GPU നോക്കിക്കഴിഞ്ഞാൽ Adreno 650 ആണ്. റാം നമുക്ക് 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്. 8GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്, 12GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB റാമിന് 128GB ഇൻ്റർണൽ സ്റ്റോറേജ് വരും, 12GB റാമിന് 256GB ഇൻ്റർണൽ സ്റ്റോറേജ് വരും. എൻ്റെ കയ്യിലുള്ള വേർഷൻ എന്ന് പറയുന്നത് 12GB റാമും 256GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ളതാണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറയാണ് OnePlusനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 48 മെഗാപിക്സലിൻ്റെ സോണി IMX586 ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്, പ്രൈമറി ആയിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് OIS, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും എനേബിൾഡ് ആണ്. നമ്മുടെ 7Tയിലും 8ലും ഉണ്ടായിരുന്ന സെയിം സെൻസർ തന്നെയാണ് OnePlus ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളിതിൻ്റെ ഒരു ഫുൾ ഇൻഡെപ്ത് റിവ്യൂവിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നീട് വരുന്നത് 16MP ഒരു 123 FOVയിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ എടുക്കുന്ന കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞാൽ 4K 30ലും 60ലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1080p 30 FPS-ലും 60 FPS-ലും ഷൂട്ട് ചെയ്യാം. പിന്നെ സ്ലോ മോഷൻ എന്ന് പറയുന്നത് 1080pയിൽ തന്നെ നമുക്ക് 240 FPS-ൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ഓട്ടോ HDRും ജൈറോ EIS-ഉം സപ്പോർട്ടഡ് ആണ്. അപ്പോൾ സ്റ്റെബിലൈസേഷനൊക്കെ ആ ലെവലിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 16MP IMX471 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 7Tയിലും 8ലും 8T Proയിലും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള സെയിം സെൻസർ തന്നെയാണ് സോണിയുടെ. ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് 1080p 30 FPS-ൽ മാത്രമാണ്. അതുമാത്രമല്ല ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ബാറ്ററി 4500 mAh ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 65 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു മെയിൻ ഫീച്ചറാണ്. അതായത് 39 മിനിറ്റ് കൊണ്ട് 0 to 100% വരെ വരുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. OnePlus 8 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സിലാണ്, ലൂണ സിൽവറും അതുപോലെ തന്നെ അക്വാമറൈൻ ഗ്രീനുമാണ്. എൻ്റെ കയ്യിലുള്ളത് അക്വാമറൈൻ ഗ്രീൻ ആണ്. അപ്പോൾ ഇതാണ് അക്വാമറൈൻ ഗ്രീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഓൺ ദ ഷീറ്റ് സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്ക് വെച്ച് നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത ഒരു സ്പെക്ക് തന്നെ ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് OnePlus 8Tയുടെ ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊരു HDR10+ ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ USB-C ടൈപ്പ് കാണാൻ പറ്റും, നമ്മുടെ സ്പീക്കർ മെൻസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ സിം ട്രേയും കാണാനായിട്ട് പറ്റും. സിമ്മിൻ്റെ കാര്യം പറയുന്ന സമയത്താണ് ഇതൊരു 5G എനേബിൾഡ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇന്ത്യയിൽ എന്നാണോ 5G വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് OnePlus 8Tയിൽ 5G കിട്ടി തുടങ്ങും. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വോളിയം ബ്രോക്കർ
കാണാൻ പറ്റും. ഏറ്റവും ടോപ്പ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോൺ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈലൻറ്റ് ടഗിൾ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കാണാനായിട്ട് പറ്റും. ഇനി ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ് ക്യാമറ കാണാൻ പറ്റും ആൻഡ് നമ്മുടെ ഡുവൽ ഫ്ലാഷും കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൺ പ്ലസിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വൺ പ്ലസ് എന്ന ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8.4 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതായത് 0.4 mm തിക്നെസ് നമ്മുടെ വൺ പ്ലസ് 8 നിന്ന് ഇതിലേക്ക് കൂടിയിട്ടുണ്ട്. ആൻഡ് വെയിറ്റ് നോക്കുന്ന സമയത്ത് 188 grams ആണ്. അതായത് വൺ പ്ലസ് 8 നിന്ന് 8 gram കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഫസ്റ്റ് ഒരു 2 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ വൺ പ്ലസ് 8 ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്, അതായത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നത് അതിൻ്റെ എഡ്ജാണ്. അതായത് ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു അത്. ആ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ മാറ്റിയിട്ട് ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ലുക്സിൽ കുറച്ച് കൺസേൺഡ് ആയതുകൊണ്ട് എനിക്ക് കേർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടിയേനെ എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇനി മേജർ അപ്ഡേറ്റ് ആയ 120 ഹെഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ROG 3 യൂസ് ചെയ്തിട്ടുള്ളതാണ്. ROG 3ലേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു റിഫ്രഷ് റേറ്റ് നല്ലതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഓക്സിനോയ്സ് 11 കുറച്ചുകൂടി, അതായത് ഓക്സിനോയ്സ് 10നേക്കാളും കുറച്ചുകൂടി നല്ല രീതിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് അപ്ഡേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ചില സ്മാർട്ട് ഫോൺസിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വൺ പ്ലസ് 8 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 8ൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ലതുപോലെ കുറച്ചിട്ടുണ്ട് ഈ ഓക്സിനോയ്സ് 11 എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ലതുപോലെ കിട്ടുന്നുണ്ട്. നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ പ്ലസ് 8 നിന്ന് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ളതും കുറച്ചുകൂടി കളേഴ്സ് എല്ലാം എടുത്ത് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. എന്നാലും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി ഡിസ്പ്ലേ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തോ ഒന്ന് ഓഫായിട്ട് കിടക്കുന്നത് പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. അത് ഇനി യൂസ് ചെയ്ത് വരുന്ന സമയത്ത് അത് മാറുമില്ലെന്ന് അറിയത്തില്ല. കാരണം വൺ പ്ലസ് 8 വേഴ്സസ് അല്ലെങ്കിൽ വൺ പ്ലസ് 70 വേഴ്സസ് വൺ പ്ലസ് 80 ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഡിസ്പ്ലേക്കകത്ത്. നല്ലൊരു പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയാലും നല്ലതുപോലെ തന്നെ നമുക്ക് വൺ പ്ലസ് 8 അത് കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചിട്ടാണ്. ക്യാമറയിൽ ഫസ്റ്റ് കുറച്ച് ഷോട്ട്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഇതിൻ്റെ അകത്ത് തന്നു കഴിഞ്ഞാൽ കൺവിൻസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ആഡ് ചെയ്യാത്തത്. അതുമാത്രമല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് റിവ്യൂവിലായിരിക്കും ഞാൻ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ക്യാമറ കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ബേസ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പീഡാണ് ഓരോ ഷോട്ട്സും എടുക്കാനായിട്ട്. ആൻഡ് ഇതിനകത്ത് കുറച്ച് ഹാൻഡി ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ഫോട്ടോ എടുത്ത ഉടനെ അതിനെ അവിടെ വെച്ച് തന്നെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കുറേ ഹാൻഡി ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ചില കാര്യങ്ങളിൽ എന്നെ ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം ഡിസപ്പോയിൻറ്റഡ് മീൻസ് പേഴ്സണലി, കാരണം നമ്മുടെ ആ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതായിരുന്നു. പക്ഷേ അത് ഇതിനകത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച്. ആൻഡ് ഈ ഒരു ക്യാമറ സെറ്റപ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എന്തോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഫോക്കസ് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വൺ പ്ലസ് 8 ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ തന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കിട്ടുന്നതായിരിക്കും.